ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ചരിത്രം എന്നൊരു ടോപ്പിക്കാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി പറയുന്നത് അബാക്കസിനെ പറ്റിയിട്ടാണ്. അതായത് ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം എന്നറിയപ്പെടുന്നത് അബാക്കസ് ആണ്. അബാക്കസ് എന്ന വാക്കിന്റെ അർത്ഥം കണക്ക് കൂട്ടുന്ന ബോർഡ് എന്നാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം അബാക്കസ് ആണ്. അബാക്കസ് എന്ന വാക്കിന്റെ അർത്ഥം കണക്ക് കൂട്ടുന്ന ബോർഡ് എന്നാണ്. അതുപോലെ തന്നെ അബാക്കസിനെ കൗണ്ടിംഗ് ഫ്രെയിമും എന്നും അറിയപ്പെടുന്നുണ്ട്. അബാക്കസ് കണ്ടുപിടിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. അപ്പം നമ്മൾ അബാക്കസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം എന്ന് പറയുന്നത് അബാക്കസ് ആണ്. അബാക്കസ് എന്ന വാക്കിന്റെ അർത്ഥം കണക്ക് കൂട്ടുന്ന ബോർഡ് എന്നാണ്. കൗണ്ടിംഗ് ഫ്രെയിം എന്നും അബാക്കസിനെ അറിയപ്പെടുന്നു. അബാക്കസ് കണ്ടുപിടിച്ച രാജ്യം ചൈനയാണ്. അബാക്കസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നേപ്പിയറിന്റെ ബോണുകൾ എന്നാണ്. അപ്പൊ നേപ്പിയറിന്റെ ബോൺ എന്താണ്? ജോൺ നേപ്പിയർ എന്ന ഗണിത ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ സംഖ്യ രേഖപ്പെടുത്തിയ ദണ്ടുകളെയാണ് നേപ്പിയർ ബോൺസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ജോൺ നേപ്പിയർ എന്ന ഗണിത ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ സംഖ്യകൾ രേഖപ്പെടുത്തിയ ദണ്ടുകളെയാണ് നേപ്പിയർ ബോൺസ് എന്ന് അറിയപ്പെടുന്നത്. നേപ്പിയർ ബോൺസ് കണ്ടെത്തിയ വർഷം ഏതാണെന്ന് വെച്ചാൽ AD 1617. അപ്പൊ AD 1617 നേപ്പിയർ ബോൺസ് കണ്ടുപിടിച്ചത്. ഈ നമുക്ക് ഈ നേപ്പിയർ ബോൺസ് ഒക്കെ ഉപയോഗിച്ച് ഗുണനക്രിയകൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ജോൺ നേപ്പിയറിനെയാണ് ലോഗരിതത്തിന്റെ പിതാവും എന്നും അറിയപ്പെടുന്നത്. അപ്പൊ ലോഗരിതത്തിന്റെ പിതാവും ആരാണ്? ജോൺ നേപ്പിയർ ആണ്. അടുത്തതായി വരുന്നത് പാസ്കലൈനാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് അബാക്കസ്, രണ്ടാമത് പറഞ്ഞത് നേപ്പിയർ ബോണുകളാണ്. അടുത്തതായി പറയുന്നത് ഏതാണ്? പാസ്കലൈനാണ്. ബ്ലേഡ് പാസ്കൽ എന്ന ഒരു ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ പാസ്കലൈൻ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചതാണ്. ആരാണ്? ബ്ലേഡ് പാസ്കൽ എന്നൊരു ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് എന്താണ് പാസ്കലൈൻ എന്ന കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1642. അപ്പൊ പാസ്കലൈൻ കണ്ടുപിടിച്ചത് 1642. അത് കഴിഞ്ഞ് വരുന്നതാണ് ലെബനീസിന്റെ കാൽക്കുലേറ്റർ. അപ്പൊ 1673 ജർമ്മൻ ഗണിതശാസ്ത്രജ്ഞനായ വില്യം വോൺ ലെബനീസ് കണ്ടുപിടിച്ചതാണ് ലെബനീസ് കാൽക്കുലേറ്റർ. ഈ പാസ്കലൈൻ യന്ത്രത്തിന്റെ മെച്ചപ്പെടുത്തിയ ഒരു രൂപം എന്നൊക്കെ പറയുന്ന ലെബനീസിന്റെ കാൽക്കുലേറ്ററിനെ. അപ്പൊ ആദ്യം പറഞ്ഞത് അബാക്കസ്, രണ്ടാമത് വരുന്നത് നേപ്പിയർ ബോണുകളാണ്, മൂന്നാമത് വരുന്നത് പാസ്കലൈൻ ആണ്, നാലാമതാണ് ഏതാണ് വരുന്നത്? ലെബനീസിന്റെ കാൽക്കുലേറ്റർ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഡിഫറൻസ് എഞ്ചിൻ. അതായത് 1822 ഗണിത പട്ടികകൾ സമാഹരിക്കാനാണ് എന്താണ് ചാൾസ് ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ തയ്യാറാക്കിയത്. അപ്പൊ ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിക്കുന്ന ആരാണ്? ചാൾസ് ബാബേജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും എല്ലാം കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് തന്നെയാണ്. അപ്പൊ ഈ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും ചാൾസ് ബാബേജ് തന്നെയാണ്. ഡിഫറൻസ് എഞ്ചിൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. അപ്പൊ ഈ ചാൾസ് ബാബേജിന്റെ ആദ്യത്തെ മെക്കാനിക്കൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആണ് അനലിറ്റിക്കൽ എഞ്ചിൻ. അപ്പൊ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ചാൾസ് ബാബേജിന്റെ അനലിറ്റിക്കൽ എഞ്ചിനാണ്. അതായത് നമ്മുടെ ആധുനിക കമ്പ്യൂട്ടറിന്റെ പൂർവ്വകാല രൂപമാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. അപ്പം അബാക്കസ് 1, രണ്ടാമത് വരുന്നത് നേപ്പിയറിന്റെ ബോണുകൾ, മൂന്നാമത് പാസ്കലൈൻ, നാലാമത് ലെബനീസിന്റെ കാൽക്കുലേറ്റർ, അത് കഴിഞ്ഞ് വരുന്നത് ഡിഫറൻസ് എഞ്ചിൻ, അടുത്തത് അനലിറ്റിക്കൽ എഞ്ചിൻ, പിന്നെ വരുന്നത് ഏതാണ്? ഹോളറിത്തിന്റെ യന്ത്രം എന്ന് പറയും. അതായത് ഹോളറിത്സ് മെഷീൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് കണ്ടുപിടിച്ചത് ഹെർമൻ ഹോളറിത്ത് ആണ്. ഈ പഞ്ചഡ് കാർഡിന്റെ ഉപജ്ഞാതാവും ഹെർമൻ ഹോളറിത്ത് ആണ്. പഞ്ചഡ് കാർഡിന്റെ ഉപജ്ഞാതാവ് അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഞ്ചഡ് കാർഡിന്റെ ഉപജ്ഞാതാവ് ഹെർമൻ ഹോളറിത്ത് ആണ്. അത് വേണമെങ്കിൽ നമുക്കൊരു കോഡൊക്കെ ആയിട്ട് പഠിച്ചു വെക്കാം. ഇപ്പൊ നമ്മൾ ആഞ്ഞ് പഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഹോൾ വീഴും. അപ്പൊ ഈ പഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഹോൾ വീഴും. അപ്പൊ പഞ്ചഡ് കാർഡ് ഹോളറിത്ത് അങ്ങനെ ഒരു കണക്ട് ആക്കി നമുക്ക് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പഞ്ചഡ് കാർഡിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഹെർമൻ ഹോളറിത്ത് ആണ്. അതുപോലെ തന്നെ 1890 അമേരിക്കയുടെ സെൻസസ് പ്രക്രിയയിൽ ഹോളറിത്തിന്റെ യന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഹോളറിത്ത് മെഷീനെ പറ്റി നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഏതാണ്? മാർക്ക് ഫസ്റ്റ് എന്നാണ്. അപ്പൊ 1944 ഹൊവാർഡ് ഐക്കൺ നിർമ്മിച്ച ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആണ് മാർക്ക് ഫസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ചരിത്രത്തിനകത്ത് പറയാനുള്ളത്. അപ്പൊ ആദ്യമായി പറഞ്ഞത് അബാക്കസ് ആണ്. അബാക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ക് കൂട്ടുന്ന ഒരു ബോർഡാണ്. അബാക്കസ് കണ്ടുപിടിച്ച രാജ്യം ചൈനയാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് നേപ്പിയറിന്റെ ബോണുകളാണ്. നേപ്പിയർ ബോൺസ് കണ്ടുപിടിച്ചത് AD 1617. ജോൺ നേപ്പിയർ ആണ് നേപ്പിയറിന്റെ ബോണുകൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ലോഗരിത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ നേപ്പിയർ ആണ്. പിന്നെ മൂന്നാമത് വരുന്നതാണ് പാസ്കലൈന്. ബ്ലേഡ് പാസ്കൽ എന്നാണ് 1642 കണ്ടുപിടിച്ചതാണ്. അത് കഴിഞ്ഞ് വരുന്നത് ലെബനീസിന്റെ കാൽക്കുലേറ്റർ ആണ്. 1673 വില്യം വോൺ ലെബനീസ് കണ്ടുപിടിക്കുന്നതാണ് ലെബനീസ് കാൽക്കുലേറ്റർ. അത് കഴിഞ്ഞ് വരുന്നത് ഡിഫറൻസ് എഞ്ചിനാണ്. ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും. അപ്പൊ ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും രണ്ട് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ചാൾസ് ബാബേജ് എന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ഹോളറിത്ത് മെഷീൻ എന്ന് പറയപ്പെടുന്നത്. അത് ആരാണ് കണ്ടുപിടിക്കുന്നത്? ഹെർമൻ ഹോളറിത്ത് ആണ്. പഞ്ചഡ് കാർഡിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഹെർമൻ ഹോളറിത്ത് തന്നെയാണ്. പിന്നെ അത് അവസാനമായി പറഞ്ഞാണ് മാർക്ക് ഫസ്റ്റ്. 1944 ഹൊവാർഡ് ഐക്കൺ നിർമ്മിച്ച എന്താണ് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആണ് മാർക്ക് ഫസ്റ്റ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കകത്ത് നമ്മൾ ഇത്രയും കവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇനിയുള്ള തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഏകദേശം ടോപ്പിക്കുകളെല്ലാം കവർ ആക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഇനി മുമ്പോട്ട് അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും സിലബസ് ഒക്കെ എടുത്ത് ഫോളോ ചെയ്ത് പഠിക്കുക.